ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷം പിന്നെയും ജോബിന് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. പിന്നെ ഞാൻ അപ്ലൈ കൊടുത്തൊക്കെ എല്ലാവരും ചോദിച്ചത് SAP കുറിച്ചാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇനി SAP പഠിച്ചുകൂടാന്നുള്ളൊരു ഇതായി. അങ്ങനെ ഞാൻ SAP പഠിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അത് SAPയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നൊക്കെ നോക്കിയപ്പോൾ ബ്രെയിൻസ് അക്കാഡമി ഞാൻ കണ്ടു. അതിനകത്ത് നോക്കിയപ്പോൾ കൂടുതലും ഫീസാണെങ്കിലും ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. പിന്നെ SAPയുടെ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റും അവിടെ പ്രൊവൈഡഡ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ബ്രെയിൻസിലേക്ക് എത്തിയത്. ഞാൻ ബ്രെയിൻസ് അക്കാഡമിയിൽ 6 month കോഴ്സാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ല മിസ്സുമാരൊക്കെ ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആണ്, നന്നായിട്ട് പഠിപ്പിക്കും കാര്യങ്ങളൊക്കെയാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിൽ തന്നെ നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടീവാണ്. ഞാൻ ഈ കോഴ്സ് ചെയ്യണേക്ക് മുമ്പ് ഇൻ്റർവ്യൂസ് കുറേ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനൊരു ഒന്നും അറിയാണ്ടാണ് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തത്. കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് അറിയണത് ഒരു ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം. പക്ഷേ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പോണത് എങ്ങനെയാണ്, ഗ്രൂമിങ്, എല്ലാ കാര്യങ്ങളും അതിന് മുന്നേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മാം നന്നായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫുള്ളി കോൺഫിഡൻസ് ആണ്.